ഏവർക്കും നമസ്കാരം. എല്ലാവരും ഉച്ചയൂണൊക്കെ കഴിച്ച് അതിൻ്റെ ഒരു ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുമായിരിക്കും അല്ലേ? അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു കഥയിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. ഒരു രാജാവിൻ്റെ കഥയാണ്. ഒരിക്കലൊരു രാജാവ് വേട്ടയാടാനായി പോവുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വനത്തിലേക്കായിരുന്നു ആ ദിവസം രാജാവിൻ്റെ യാത്ര. രാജാവിൻ്റെ ഒപ്പം രാജാവിൻ്റെ ഒട്ടനവധി ഭടന്മാരുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടി ഈ വനത്തിലേക്ക് പോകുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കേൾക്കും. ഉടനെ രാജാവ് വിചാരിക്കും, ആ കൊള്ളാലോ, നല്ല പാട്ടൊക്കെയാണല്ലോ, ഇത് ഏത് പക്ഷിയാണ് ഈ പാടുന്നത് എന്ന് രാജാവ് അന്വേഷിക്കും. അപ്പോൾ കാണാനും ഒക്കെ വളരെ ഭംഗിയുള്ള ഒരു പക്ഷി നന്നായിട്ട് മനോഹരമായിട്ട് പാടിക്കൊണ്ട് ഒരു മരത്തിൻ്റെ ചില്ലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ നമ്മുടെ രാജാവ് ആജ്ഞാപിക്കും ഭടന്മാരോട്, ആ പക്ഷിയെ പിടിച്ചുകൊണ്ട് വന്ന് എൻ്റെ കൊട്ടാരത്തിലെ കൂടിനുള്ളിൽ ആക്കൂ. കാരണം എനിക്ക് എല്ലാ ദിവസവും പാട്ട് കേൾക്കാമല്ലോ, ഇത് വല്ലപ്പോഴും അങ്ങോട്ട് പോകുമ്പോഴല്ല കേൾക്കാൻ പറ്റൂ. മേ ബി അന്ന് ഇപ്പോഴത്തെ പോലെ അലക്സയൊന്നും കാണത്തില്ല, അപ്പോൾ കിളിയുടെ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് രാജാവ് അങ്ങനെ പറയും. അങ്ങനെ ഭടന്മാർ ഈ പക്ഷിയെ പിടിച്ച് കൂട്ടിലാക്കി രാജാവിൻ്റെ രാജാവ് ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവെക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാ ദിവസവും രാജാവ് പാട്ട് കേൾക്കുന്നു, എൻജോയ് ചെയ്യുന്നു. അങ്ങനെ ദിവസങ്ങളിങ്ങനെ പോകുന്നു. എന്നാൽ നമ്മുടെ പക്ഷിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. വിശാലമായ ആകാശത്ത് പറന്ന് നടന്ന് എൻജോയ് ചെയ്ത ആ ഒരു പക്ഷി ആ ഒരു കൂട്ടിലകപ്പെട്ടു പോയി. എല്ലാ ദിവസവും നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, കൊട്ടാരത്തിലാണ്, അതിൻ്റെതായ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും പക്ഷിക്ക് നഷ്ടമായത് അതിലും വിലപ്പെട്ട ഒന്നായിരുന്നു, അതിൻ്റെ സ്വാതന്ത്ര്യം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കൊട്ടാരത്തിൻ്റെ കിളിവാതിലിലൂടെ ഒരു കാക്ക വരികയാണ്. കാക്കയെ നമുക്കറിയാമല്ലോ, എല്ലായിടത്തും പറന്ന് നടന്ന് അതിൻ്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായ അർത്ഥത്തിൽ എൻജോയ് ചെയ്യുന്ന ഒരു പക്ഷിയാണ്. അപ്പോൾ കാക്ക ഈ പക്ഷിയോട് ചോദിക്കും, നീ ഓക്കെ ആണോ? അപ്പോൾ പക്ഷി പറയും, അല്ല, തീരെ ഓക്കെ അല്ല, എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഞാൻ എൻജോയ് ചെയ്തിരുന്ന ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് നഷ്ടമായി. ഞാൻ ഇവിടെ നിന്ന് എന്തിനോ വേണ്ടി ഇങ്ങനെ പാടുകയാണ്. ഞാൻ വിചാരിക്കും രാജാവിന് എൻ്റെ പാട്ടൊക്കെ ഇഷ്ടമാണ്, പാട്ടൊക്കെ പാടിക്കൊടുത്താൽ മേ ബി കുറച്ച് കഴിയുമ്പം ഒരു സഹതാപത്തിൻ്റെ പേരിലെങ്കിലും എന്നെ വിട്ടയക്കുമായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ സംഭവിച്ചത് അതിന് വിപരീതമായിരുന്നു. രാജാവ് വിടുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാക്ക ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കും, ഒരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസം നീ പാടണ്ട, പാട്ടാണല്ലോ പ്രശ്നം, പാട്ട് കേൾക്കാതെ വരുമ്പോൾ രാജാവ് നിന്നെ വിടുമായിരിക്കും എന്ന് നമ്മുടെ കാക്ക പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഈ പക്ഷി എന്ത് ചെയ്യുന്നു, പിന്നെ പാടാണ്ടായി. ഇപ്പം കാക്ക പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രാജാവ് വിചാരിക്കുമോ, ഈ പക്ഷിയെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലല്ലോ, പഴയ പോലെ പാടുന്നുമല്ല, എന്നാൽ പിന്നെ ഇതിനെ അങ്ങ് വിട്ടേക്കാം എന്ന് വിചാരിച്ച് ആ പക്ഷിയെ രാജാവ് വീണ്ടും സ്വതന്ത്രയാക്കുന്നു എന്നതാണ് കഥ. ഇത് വളരെ ചെറിയൊരു കഥയാണ്, കൊച്ചു പിള്ളേർക്ക് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കഥയാണ്. പക്ഷേ ഇതിൽ ആ കൂട്ടിലടയ്ക്കപ്പെട്ട കിളിക്ക് ഒരു വ്യത്യാസമുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ കൂട്ടിലടയ്ക്കപ്പെട്ട് ബന്ധനസ്ഥരായിട്ട് ജീവിക്കുകയാണ്. എന്നാൽ അവർക്ക് സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ അവരിതായിരുന്നില്ല അവരുടെ ചെറിയ കാലം മുതലേ ഡ്രീം ചെയ്തതെന്ന് ഒരിക്കൽ പോലും അവർ റിഗ്രറ്റ് ചെയ്യുന്നില്ല. കാരണം പലപ്പോഴും ഈ ചങ്ങലകളും കൂടുകളും ഒക്കെ അവരൊരു അവരതുമായിട്ടങ്ങ് യൂസ്ഡ് ആയി അതിനോട് ഇണങ്ങിച്ചേർന്നങ്ങ് ജീവിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും ഒരു സ്വാതന്ത്ര്യം വേണം എന്ന് അവർ ആഗ്രഹിക്കില്ല. പക്ഷെ നമ്മുടെ പക്ഷി അങ്ങനെ ആയിരുന്നില്ല. ഒരിക്കൽ സ്വാതന്ത്ര്യത്തിൻ്റെ മധുര പറഞ്ഞ പക്ഷിയായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ആ സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രയത്നിച്ചു. അപ്പോൾ ഈ പക്ഷിയെപ്പോലെ ആകണം നമ്മൾ ഓരോരുത്തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് കടക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷികളെ പറ്റി സംസാരിക്കുമ്പോൾ കൂടുകളിൽ തന്നെ ജീവിതം അവസാനിപ്പിച്ച കുറച്ച് പക്ഷികളെ പറ്റി സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവരെയൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും. ഈ അടുത്തിടയ്ക്ക് ആത്മഹത്യ ചെയ്ത ഷഹന എന്ന പെൺകുട്ടി ഒരു യുവ ഡോക്ടറായിരുന്നു. സ്ത്രീധനത്തിൻ്റെ പേരിലാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. നമ്മുടെ മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആത്മഹത്യയോ കൊലപാതകമോ അല്ലെങ്കിൽ വീട്ടിൽ ഗാർഹിക പീഡനമോ ഒക്കെ ഉണ്ടായാൽ മാത്രമേ ഇത്തരം വിഷയങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യൂ, ഇല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി മിണ്ടില്ല. നമുക്കതൊക്കെ വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിവേ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ പല രീതിയിൽ പല മാധ്യമങ്ങളിൽ ചർച്ചകളുണ്ടാവുന്നു. സോഷ്യൽ മീഡിയയിൽ അടക്കം ആളുകളൊക്കെ പോസ്റ്റ് എഴുതി അങ്ങ് മറയ്ക്കുമായിരുന്നു സ്ത്രീധനത്തിനെ പറ്റിയിട്ടും അതിനെ പറ്റിയൊക്കെ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രതികരിക്കുകയുണ്ടായി. എന്തിനാണ് ഈ പെൺകുട്ടി ഇതിനു വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്തത്? ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആ പെൺകുട്ടിക്ക് കടക്കട പുറത്തെന്ന് പറഞ്ഞ് അവനെ അങ്ങ് ഇറക്കി വിട്ടാൽ പോരായിരുന്നോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിസ്മയ കുറച്ചധികം മാസങ്ങൾക്ക് മുൻപ്, 2 വർഷങ്ങളായെന്ന് തോന്നുന്നു, വിസ്മയ ആത്മഹത്യ ചെയ്തപ്പോഴും ഇതേ നിലപാടായിരുന്നു നമ്മളൊക്കെ എടുത്തത്. അവൾക്കതങ്ങ് വേണ്ടെന്ന് വെച്ചാൽ പോരായിരുന്നോ? ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നോ എന്നൊക്കെ. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ പറയാൻ പറ്റാതെ പോകുന്നത്? ഇത്തരം ഒരു പ്രശ്നം വരുമ്പോൾ കടക്കട പുറത്തെന്ന് പറയാൻ പറ്റാത്തതും, ഇത്തരത്തിലുള്ള ഒരു ഗാർഹിക പീഡനം വരുമ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തവരങ്ങ് ജീവിച്ചു പോകുന്നതും എന്തുകൊണ്ടാണ്?
ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് വരുന്നത് അങ്ങനെയാണ്. വളരെ ചെറിയ പ്രായം മുതലേ അവരെ പാകപ്പെടുത്തിക്കൊണ്ട് വരികയാണ് ഈ ഒരു സിസ്റ്റവുമായിട്ട് അങ്ങ് ഒത്തിണങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട്. ഇത്തരം പാകപ്പെടുത്തലുകൾ വളരെ ചെറിയ പ്രായത്തിലേ തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. നമ്മൾ പോലും അറിയാതെ ഇത് നമ്മളിലേക്ക് അങ്ങ് ഇൻജക്റ്റഡ് ആയി പോവുകയാണ്. ഇപ്പോൾ ഇതിൽ പലതും നമ്മളൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കും. പിന്നെ പലരും വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇങ്ങനൊന്നും അല്ലല്ലോ, കുറേയൊക്കെ മാറിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു പ്രസൻറ്റേഷൻ്റെ പോസ്റ്റർ തന്നെ FB ഷെയർ ചെയ്തപ്പോൾ ഒരാൾ കമൻ്റ് ഇട്ടത് ഞാൻ കണ്ടു. ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ എന്ത് പ്രശ്നമാണുള്ളത്, ഇപ്പോൾ പ്രശ്നം മൊത്തം പുരുഷന്മാർക്കല്ലേ, സ്ത്രീകളൊക്കെ ഇപ്പോൾ ഭയങ്കര കുറേ മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും കുറേ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഡീപ്പ് ഡൗൺ പല കാര്യങ്ങളിലും മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പം നമ്മളൊരു പക്ഷേ ഇത് നോക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം ഇതൊക്കെ മാറിയിട്ടുണ്ട്. കാരണം നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ അങ്ങനെയാണ്. നമ്മുടെ ഒരു ജീവിതം മാറിയിട്ടുണ്ട്. പക്ഷേ ഇന്നും ഇത് മാറാതെ ഇതിലൂടെയൊക്കെ ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഞാൻ ഈ അടുത്തിടയ്ക്ക് കുറച്ചധികം നാളായിട്ട് ഒരു കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു മുൻപ്. അപ്പോൾ അവിടെ വെച്ചുണ്ടായ ഒരു അനുഭവമാണ് എനിക്ക് ഇങ്ങനൊരു സാധനം ഇപ്പോഴും ഈ ഒരു സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തി തന്നത്. അപ്പോൾ അവിടെ ഈ കോളേജ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുമായിരുന്നു. അപ്പോൾ പെൺകുട്ടികളൊക്കെ വന്നിട്ട് അവരുടെ കൺസേൺസ് വളരെ ബോൾഡായിട്ട് അവർ പറയുകയാണ്. ഇന്നാണ് അവരുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു അധ്യാപിക വന്നിട്ട് വളരെ സ്നേഹത്തോടെ അതിലൊരു പെൺകുട്ടിയെ വിളിച്ചിട്ട് പറയുകയാണ്, മോളെ ഇതൊക്കെ അങ്ങ് പോട്ടെന്ന് വെക്കണം. ശരിക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും അതൊക്കെ അങ്ങ് കണ്ടില്ലെന്ന് നടിക്കണം. കാരണം എന്തോരം പ്രശ്നങ്ങളാണ് ഇനി നമ്മൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടത്. ഇനി നിന്നെ ഒരു കല്യാണം കഴിച്ചു വിട്ടാൽ ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ നമ്മൾ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ ഇതും അങ്ങ് പോട്ടെന്ന് വെക്കണം, കണ്ടില്ലെന്ന് നടിക്കണം. ഇങ്ങനെ കണ്ടില്ലെന്ന് നടിക്കണം, പോട്ടെന്ന് വെക്കണം എന്നൊക്കെ പറഞ്ഞ് വളർത്തി വലുതാക്കുന്ന പെൺകുട്ടികളാണ് ഒരു പ്രശ്നം വന്നവർ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കടക്കടാ പുറത്ത്, അല്ലെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട എന്നൊക്കെ ഉറച്ച് ബോൾഡായിട്ട് പറയണം. എങ്ങനെ അവർക്ക് പറയാൻ സാധിക്കും? കാരണം അവർ ഈ ഒരു കൂട്ടിൽ ജീവിക്കാൻ വേണ്ടി പാകപ്പെട്ട് വളർന്ന് വലുതായി വരുന്നവരാണ്. അവർക്ക് ഒരിക്കലും ശബ്ദമുയർത്തി ഇതിനെതിരെ പ്രതികരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുഞ്ഞു കുട്ടികൾക്ക് ഇത് ഒരു പാകപ്പെടുത്തലാണ് എന്നുണ്ടെങ്കിൽ, ഒന്ന് വലുതായി കഴിഞ്ഞാൽ, അവരൊന്ന് പ്രായപൂർത്തിയായാൽ അവരെ കൂട്ടിലടച്ചു എന്നുള്ളതാണ് സാരം. നമുക്കറിയാം, പെൺകുട്ടികൾക്ക് ആദ്യമായിട്ട് പീരീഡ്സ് ഉണ്ടാകുമ്പോൾ, ആർത്തവം ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിൽ നമ്മുടെ സമൂഹം അങ്ങ് ആഘോഷിക്കും അല്ലേ. വളരെ പേഴ്സണലായിട്ട് വെക്കേണ്ട ഒരു സംഭവം, വളരെ നാച്ചുറലായിട്ട് നടക്കേണ്ട ഒരു സംഭവത്തെ ഭയങ്കര ആഘോഷമാക്കി ഗിഫ്റ്റ് കൊടുക്കുന്നു എന്ന് വേണ്ട, നന്നായിട്ട് അങ്ങ് ആഘോഷിക്കും അവർ. അപ്പോഴൊന്നും ഈ കുട്ടികൾ മനസ്സിലാക്കുന്നില്ല ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ പെടാൻ പോവുകയാണ് എന്നുള്ളത്. കാരണം പിന്നെ അങ്ങോട്ട് നമ്മുടെ സമൂഹം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു നോംസിനനുസരിച്ച് ഒരു സ്ത്രീ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് സമൂഹം ഇങ്ങനെ മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയോളജി അനുസരിച്ച് പലപ്പോഴും അവർ ജീവിച്ച് പോകേണ്ടി വരുവാണ്. അവർക്കും അതൊരു പ്രശ്നമല്ല. കാരണം അവരുടെ മുന്നിൽ റിയാലിറ്റി അതാണ്. അവരുടെ അമ്മ അങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ സഹോദരങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. അവരല്ലാത്ത ഒരു ലോകം കാണുന്നുണ്ടെങ്കിലാണല്ലോ പ്രശ്നം. സ്വാതന്ത്ര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലാണല്ലോ പ്രശ്നം. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ സ്ത്രീകളൊക്കെ പലപ്പോഴും എല്ലാവരും പറയും ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം പുരുഷന്മാരാണ്, അവരങ്ങ് അടിച്ചമർത്തിയിട്ടിരിക്കുവാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഒരു വലിയ അളവ് വരെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം സ്ത്രീകൾ തന്നെയാണ്. കാരണം അവർക്ക് തന്നെ പാരയാവുന്ന കാര്യങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് അവരാണ്. കാരണം ആർത്തവത്തിനെയൊക്കെ ഇത്രയേറെ അശുദ്ധിയായിട്ട് കാണുന്നത് സ്ത്രീകൾ തന്നെയാണ്. അതിന് കാരണവുമുണ്ട്. നമ്മുടെ ഈ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു 2ാം ഭാഗത്തിൽ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതാണ്. അപ്പം നമുക്കറിയാം, ശബരിമല സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട്, ശബരിമല സ്ത്രീ പ്രവേശനത്തെ പറ്റി നമ്മൾ പിന്നീട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സ്ത്രീകൾ അവരുടെ ആർത്തവം അശുദ്ധമാണെന്ന് പ്ലക്കാർഡും പിടിച്ച് സമൂഹത്തിന് മുൻപിൽ വന്ന് നിന്നവരാണ്. ഈ അടുത്തിടയ്ക്ക് തന്നെ മറ്റൊരു പ്രമുഖയായ വ്യക്തി ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതായത് ആർത്തവമുള്ള സ്ത്രീകൾ ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ചാൽ ആ ചെടി കരിഞ്ഞു പോകും അത്രേ. എന്ത് തമാശയാണല്ലേ. അവർ പോയി ആർത്തവമുള്ള സമയത്ത് ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ, അത് കരിയത്തില്ല. പക്ഷെ അതൊന്നും ഒന്ന് എക്സ്പെരിമെൻ്റ് പോലും ചെയ്ത് നോക്കാതെ ചുമ്മാ അങ്ങ് പറയുകയാണ്. ഇത്തരത്തിൽ എല്ലാത്തിനും ഒരു പാപബോധം അല്ലെങ്കിൽ ഒരു അശുദ്ധി, ഇതൊക്കെ നമ്മുടെ സമൂഹം ഇങ്ങനെ കൽപ്പിച്ചു വെക്കുകയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും സ്ത്രീകൾക്കൊരു ചങ്ങലയായി മാറുന്നു എന്നുള്ളതാണ് സാരം. അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ എക്സ്പ്ലോർ ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വിലങ്ങുതടിയാവുന്ന കാര്യങ്ങളാണ് ഇവയെ ഓരോന്നും. സ്ത്രീകൾ തന്നെയാണ് ഇതിങ്ങനെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നതും എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ പറയുന്ന പ്രായപൂർത്തിയൊക്കെ ആയിക്കഴിഞ്ഞു, ഒരു 10, 21, 22 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ ഒരുവിധം അറിയായിരിക്കും,
ഒരു പൊതുപരിപാടിക്ക് അല്ലെങ്കിൽ 4 പേര് കൂടുന്നിടത്ത് പെൺകുട്ടികൾക്ക് ചെല്ലാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഉടനെ ആളുകൾ ചോദിക്കാൻ തുടങ്ങും, ഒന്നും ആയില്ലേ, ഒന്ന് നോക്കി തുടങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും. കാരണം അതാണ് നമ്മുടെ ഒരു നോം. ഒന്ന് അത്യാവശ്യം പഠിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികളെ അങ്ങ് കെട്ടിച്ചയക്കണം. അങ്ങനെയാണ് നമ്മുടെ സമൂഹം കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കൂട്ടിൽ വളരാൻ പാകപ്പെട്ട് വരുന്ന പെൺകുട്ടികൾക്ക് ഇതൊരു പ്രശ്നമല്ല. അവർ പിന്നെ ഈ ചങ്ങലയും ഒരു ആഭരണമായിട്ട് കണ്ട് അങ്ങനെ അങ്ങ് ജീവിച്ചു പോകും. ഇപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ, വിവാഹം അടിമുടി സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മൾ വിവാഹം ചെയ്യേണ്ട ആളെ കണ്ടുപിടിക്കുന്നത് മുതൽ ഈ പറയുന്ന സ്ത്രീവിരുദ്ധത തുടങ്ങുകയാണ്. കാരണം നമുക്കത് കണ്ടുപിടിക്കാനുള്ള അവകാശമില്ല. ഒരു പെൺകുട്ടി ഒരു റിലേഷൻഷിപ്പൊക്കെ ഉണ്ടെങ്കിലും എത്ര പെൺകുട്ടികൾക്ക് അത് ഓപ്പണായിട്ട് വീട്ടിൽ സംസാരിക്കാൻ പറ്റും? എത്ര പെൺകുട്ടികളുടെ വീട്ടിൽ അത് അക്സെപ്റ്റ് ചെയ്യും? അതിപ്പോൾ ആൺകുട്ടികളുടെ കാര്യം അത്ര വ്യത്യാസമല്ല എന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും പെൺകുട്ടികൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്വന്തം പാർട്ട്ണറെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും പലപ്പോഴും നമ്മുടെ സമൂഹം സ്ത്രീക്ക് കൊടുക്കുന്നില്ല. ഇനി അത് മാറ്റിവെക്കൂ. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊന്ന് നോക്കൂ. A to Z എല്ലാം സ്ത്രീവിരുദ്ധമാണെന്ന് പറയാം. ഇപ്പോൾ ഒരു വിവാഹത്തിന് മുൻപ് ഒരു ചെറുക്കൻ്റെ കാല് കഴുകി സ്വീകരിക്കുന്നത് മുതൽ, കാല് കഴുകി തോർത്തൊക്കെ വെച്ച് തുടച്ച് സ്വീകരിച്ചകത്ത് കൊണ്ടിരുത്തും. അവിടെ മുതൽ തുടങ്ങുന്നു ആ ചടങ്ങിൻ്റെ സ്ത്രീവിരുദ്ധത. പിന്നെ താലികെട്ട്, സിന്ദൂരയിടൽ എന്ന് വേണ്ട അടിമുടി സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ഇന്നത്തെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വിവാഹ രീതി എന്ന് പറയുന്നത്. ഇനി വീണ്ടും തിരിച്ച് നമ്മുടെ സ്ത്രീധനത്തിലേക്ക് വരാം. ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓരോ കുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പോൾ, ഗാർഹിക പീഡനം നേരിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എല്ലാവരും സ്ത്രീധനത്തിനെ പറ്റി വളരെ ഘോരഘോരമായിട്ട് പ്രസംഗിക്കും. എല്ലാ ചാനലിലും പിന്നെ അതിൻ്റെ ചർച്ചയായിരിക്കും, പോസ്റ്റുകളായിരിക്കും എന്ന് വേണ്ട, ഫുൾ ചർച്ച തന്നെ. പക്ഷേ എല്ലാം ഒരു സർഫസ് ലെവലിൽ നിന്നുള്ള ചർച്ചകളാണ് എന്നുള്ളതാണ് വസ്തുത. ഈ സ്ത്രീധനത്തിനെ നമ്മൾ എതിർത്തുകൊണ്ട് ചർച്ചകൾ നടത്തുമ്പോൾ ഒരിക്കൽ പോലും ഈ വിവാഹ രീതി, നമ്മുടെ ഇന്നത്തെ വിവാഹ രീതി ആരും കുറ്റം പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് ആ കല്യാണം കഴിക്കുന്ന വരൻ്റെ വീട്ടിൽ പോയി താമസിക്കേണ്ട ഒരവസ്ഥ. പണ്ട് കാലത്ത് ഇങ്ങനെ കല്യാണം കഴിച്ച് താമസിക്കാൻ പോകുമ്പോൾ പലപ്പോഴും സ്ത്രീകൾക്ക് ജോലി ഉണ്ടാവത്തില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഏർണിങ്സ് ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടുകാരെന്ത് ചെയ്യും? കുറച്ച് പൈസയും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളും അതും ഇതുമൊക്കെ കൊടുത്ത് അവളെ മറ്റൊരു വീട്ടിലേക്ക് അങ്ങ് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന കെട്ടിച്ച് വിടൽ എന്നുള്ള സാധനം വന്നത്. അങ്ങനെ അവിടെ പോയി കഴിയുമ്പോൾ പിന്നെ ചെറുക്കൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ആ പെൺകുട്ടിയെ നോക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ പൈസ കൊടുത്തു വിടും, അങ്ങനത്തെ സമ്പ്രദായങ്ങളൊക്കെ നടത്തും. പക്ഷെ കാലം ഒരുപാട് മാറി. ഇന്ന് ഒരു പക്ഷേ ആ ഒരു വരനെക്കാട്ടി കൂടുതൽ ഏൺ ചെയ്യുന്ന ആൾ ആ ഒരു വധുവായിരിക്കും. എന്നാലും അവൾക്കും കൊടുക്കും ഒരു 100 പവനും ഒരു കാറും അല്ലെങ്കിൽ കുറച്ച് പൈസയും എല്ലാം കൊടുത്തായിരിക്കും വിവാഹം ചെയ്ത് വിടുന്നത്. കാരണം ഇല്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ കാലങ്ങളായിട്ട് ഈ പറയുന്ന ഡൗറിയുടെ പേരിൽ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒത്തിരി സ്ത്രീജനങ്ങളോടുണ്ട്. അവരുടെ അമ്മായിയമ്മ, ചെറുക്കൻ്റെ സഹോദരങ്ങൾ, ഇവരൊക്കെ ഇത് കുറേ കേട്ടിട്ടുള്ളതായിരിക്കും. പിന്നെ ഈ പെങ്കൊച്ച് ഒന്നുമില്ലാതെ അങ്ങോട്ട് ചെന്ന് കയറി കഴിയുമ്പോൾ അവർ വീണ്ടും തുടങ്ങും. അതാണ് നമ്മുടെ സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് വിവാഹ സിസ്റ്റത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാതെ ഡൗറിയെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. 2 വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ അവിടെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ 2 പേരുടെ ഒപ്പാണ്. നമ്മുടെ ഇന്നത്തെ നിയമ സമ്പ്രദായം അനുസരിച്ച് വിവാഹം കഴിക്കണമെങ്കിൽ 2 പേരുടെ ഒപ്പം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അങ്ങനെയുള്ളൊരു ലോകത്താണ് ഇന്ന് നമ്മൾ ഈ പറയുന്ന സ്ത്രീധനത്തിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓർക്കണം, 1961 സ്ത്രീധന നിരോധന നിയമം വന്നൊരു നാട്ടിലാണ് ഇന്നും സ്ത്രീധനം കൊടുത്തത് പോരാത്തതിൻ്റെ പേരിൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എഗെയിൻ നമ്മൾ ഈ പറയുന്ന ഷഹന എന്ന പെൺകുട്ടിയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീധനം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടല്ല അവൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. മറിച്ച് സ്ത്രീധനം അവളുടെ ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ ചോദിച്ചിട്ടാണ്. അവിടെ സ്ത്രീധനം വേണോ വേണ്ടയോ എന്നുള്ളതല്ല അവിടെ പ്രശ്നമായിട്ട് വന്നത്, അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. വിസ്മയ കൊല്ലപ്പെട്ടു. വിസ്മയുടെ പേരൻസും അവൾക്ക് ആവശ്യത്തിലധികം സ്ത്രീധനം കൊടുത്തതാണ്. ചെറുക്കനത് പോരാതെ വന്നിട്ടാണ് അവിടെ പ്രശ്നമായത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം ആ പിക്ചറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഉത്ര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യയല്ല, അത് കൊലപാതകം ആയിരുന്നു. അത് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അവൾക്ക് എന്തോ മെൻ്റലി എന്തോ റിട്ടാർഡേഷൻ അങ്ങനെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വീട്ടുകാർ എഗെയിൻ ആവശ്യത്തിലധികം പൈസയും സ്വർണവും കൊടുത്ത് അതങ്ങ് ഒത്തുതീർപ്പാക്കി അവളെ അങ്ങ് കെട്ടിച്ചു വിട്ടു. അതാണ് അവിടെയും വന്ന പ്രശ്നം. ഇവിടെ ഒന്നും ഡൗറി വേണോ വേണ്ടയോ എന്നുള്ളതല്ല പ്രശ്നം. ഡൗറി കൊടുക്കാൻ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെയൊക്കെ പേരിലാണ് പലപ്പോഴും ഈ ആത്മഹത്യകൾ നടക്കുന്നത്. അവിടെയും ആ ഒരു സിസ്റ്റത്തിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എതിർക്കുകയല്ല ഇന്ന് പലരും ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത. ഒരു വർഷത്തിന് മുൻപുള്ള വാർത്തയാണ്. അതായത് ബീഹാറിൽ ഒരു വരൻ ഡൗറി വേണ്ട എന്ന് പറഞ്ഞതിന് പെൺകുട്ടിയുടെ അച്ഛനും സഹോദരങ്ങളും കൂടെ ചേർന്ന് പഞ്ഞി കിട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ. സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞിട്ടൊരു ചെറുക്കൻ വന്നാൽ തന്നെ
അവർ വിചാരിക്കും എന്തോ ഇവന് പ്രശ്നമുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ടതല്ലല്ലോ. കാരണം അത്രേ അധികം നമ്മുടെ സമൂഹത്തിൽ അങ്ങ് നോർമലൈസ്ഡ് ആയിപ്പോയി സ്ത്രീധനം എന്ന് പറയുന്ന സമ്പ്രദായം. പലപ്പോഴും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു സമൂഹത്തിൽ പെട്രിലീനിയൽ വിരിലോക്കാലിറ്റി അല്ലെങ്കിൽ പെട്രിലോക്കൽ റെസിഡൻസ്, പെട്രിലോക്കാലിറ്റി അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇന്ന് നിലവിലുള്ളത്. അതായത് വിവാഹം കഴിഞ്ഞ് പെൺകുട്ടി ചെറുക്കൻ്റെ വീട്ടിൽ പോയി താമസിക്കേണ്ട ഒരവസ്ഥയാണ് ഇന്നിവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആവശ്യകതയുണ്ടോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ തുല്യരായിട്ടുള്ള രണ്ട് വ്യക്തികൾ ഒരുമിച്ച് വിവാഹം കഴിച്ച് താമസിക്കുമ്പോൾ എന്തിനാണ് ഒരു വ്യക്തി മാത്രം അവൾ അത്രയും നാൾ ജീവിച്ച് വളർന്നു വന്ന ആ ഒരു സാഹചര്യവും അവൾ അത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് മറ്റൊരു വീട്ടിൽ, ഒരു പുതിയ വീട്ടിൽ പോയി ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇന്നും ഈ ഒരു 21ാം നൂറ്റാണ്ടിലും അതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ പെട്രിലീനിയൽ വിരിലോക്കാലിറ്റി ഒക്കെ ഉപേക്ഷിച്ച് പെൺകുട്ടികൾ പോയി അവരുടെ എല്ലാം ഉപേക്ഷിച്ച്, അവരുടെ രക്ഷകർത്താക്കളെയും എല്ലാം അവരുടെ എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു വീട്ടിൽ പോയി ആദ്യമായിട്ട് ഒരു ചെടിയെ പറിച്ച് നടന്ന പോലത്തെ അവസ്ഥയാണ്. അവർക്ക് ആ എൻവയോൺമെൻറ്റുമായിട്ട് ഇണങ്ങിച്ചേരാനുള്ള സമയം വേണം. അത് ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം ആക്ച്വലി. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി പുരോഗമനം ഉള്ള എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന ഒരു കാര്യമാണിത്. നിയോ ലോക്കൽ റെസിഡൻസ്, അതായത് രണ്ട് വ്യക്തികൾ ഒരുമിച്ച് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ രണ്ടുപേർക്കും ഈക്വലി നോർമലായിട്ട് ജീവിച്ച് പോകാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് രണ്ടുപേരും കൂടി ചേർന്ന് ജീവിച്ചു പോകുന്ന ഒരവസ്ഥ. ഇതൊക്കെയാണ് നമ്മൾ വീണ്ടും ഈ ഒരു സമൂഹത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം. അല്ലാതെ ആർക്കും ആരുടെയും അടിമയായിട്ട് പോയി അങ്ങനെ ജീവിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് ആർക്കും ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇനി നമ്മളൊക്കെ ആലോചിക്കും, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ, ഒരു പരിധിവരെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്. കാലം ഒരുപാട് മാറി, ശാസ്ത്രം പുരോഗമിച്ചു, നമ്മുടെ എല്ലാവരുടെയും ചിന്താ രീതികൾ മാറി. ഇപ്പം നമുക്കറിയാം, ഒരു 5-6 വർഷം മുൻപ് റീമ കല്ലിങ്കൽ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അതായത് ഓർക്കുന്നുണ്ടാവും, പൊരിച്ച മീൻ ഫ്രൈയുടെ കാര്യം. എനിക്ക് പൊരിച്ച മീൻ ഫ്രൈ വീട്ടിൽ തരുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ട് അവർ സംസാരിച്ച ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കര ട്രോളായിരുന്നു അതിന് ശേഷം. ട്രോളായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു സമൂഹത്തിലായിരുന്നു മേ ബി അവരത് പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ അത്രയധികം ട്രോള് കിട്ടില്ലായിരുന്നു. കാരണം നമുക്ക് ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് ശീലമായി. ഇന്ന് കുറച്ചും കൂടെ നമ്മൾ മാറി ചിന്തിക്കാൻ തയ്യാറായിട്ടുള്ള മനുഷ്യരാണ്. ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വേരുറച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മളത് മാറി ചിന്തിക്കുന്നില്ല എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. അതായത് സോഷ്യൽ കൺഫോമിറ്റി. നമുക്കറിയാം, മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുള്ളതാണ് നമുക്ക് എപ്പോഴും സന്തോഷം തരുന്ന കാര്യം, അല്ലേ? അപ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഇൻട്രസ്റ്റ് നോക്കിയായിരിക്കും നോർമലി ബിഹേവ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഞാനിവിടെ വന്നു നിന്ന് ധൈര്യമായിട്ട് നിങ്ങളോട് ഇതൊക്കെ പറയുന്നു. കാരണം എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യർക്കും ഇത് കേട്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അതേസമയം ഏതെങ്കിലും അമ്പലത്തിലെയോ പള്ളിയിലെയോ ഒരു പരിപാടിക്ക് പോയി ഞാൻ ഇതേ കാര്യം പറയത്തില്ല. എനിക്കറിയാം നിൽക്കുന്ന നിപ്പിൽ എനിക്ക് തല്ല് കിട്ടുമെന്ന് 100% ഉറപ്പാണ്. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിലായിരിക്കും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പലപ്പോഴും പറയുക. അതിനെയാണ് നമ്മൾ സോഷ്യൽ കൺഫേമിറ്റി എന്ന് പറയുന്നത്. കൺഫേമിറ്റി ബയാസ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ഒരു താല്പര്യം അനുസരിച്ച് നമ്മളൊരു കാര്യം പറയുന്നതിന് നമുക്ക് കൺഫേമിറ്റി, പൊതുവെ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ പറയാൻ സന്നദ്ധമാവുക. അപ്പോൾ അതിനെ നമ്മൾ കൺഫേമിറ്റി ബയാസ് എന്നും പറയും. ഇനി 2 തരത്തിലുള്ള സോഷ്യൽ കൺഫേമിറ്റി ഉണ്ട്. ഒന്ന് നോർമേറ്റീവ് കൺഫേമിറ്റി. നോർമേറ്റീവ് കൺഫേമിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്: നമ്മൾ ചുറ്റുമുള്ള ആളുകളുടെ പ്രീതിക്കനുസരിച്ച് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കും. പലപ്പോഴും മറ്റുള്ളവർ പറയുന്നത് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കുറച്ച് കൂട്ടം ആളുകളുടെ മുൻപിൽ പോയി നമ്മൾ കാര്യമായിട്ട് ഇതുപോലെ മെനക്കെട്ട് നമ്മുടെ എനർജിയും ടൈമും ഒക്കെ കളഞ്ഞ് പ്രസംഗിക്കത്തില്ല. അതങ്ങനെയാണ്. അപ്പോൾ അത് തന്നെയാണ് നോർമേറ്റീവ് കൺഫേമിറ്റി, നമ്മളെ അംഗീകരിക്കപ്പെടുക എന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹം. പിന്നെ ഇൻഫർമേഷണൽ കൺഫേമിറ്റി ഉണ്ട്. ഇൻഫർമേഷണൽ കൺഫേമിറ്റി നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമായിരിക്കും. പൊതുവേ നമ്മളൊക്കെ പല കാര്യങ്ങളും ചെയ്തു പോകുന്നത് ഈ ഒരു കൺഫേമിറ്റിയുടെ പുറത്തായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, പൊതുവേ എല്ലാവരും വളരെ ലോക്കലായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്: നിന്നെക്കാട്ടി ഒരു 10 ഓണം കൂടുതലുണ്ട ആളാണ് ഞാൻ എന്ന് പറയും. കാരണം എന്താണ്? നിങ്ങളെക്കാട്ടി കൂടുതൽ അറിവുള്ള ഒരാളാണ് എന്നുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ കൂടുതലും അത് അനുസരിച്ച് ജീവിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മളെക്കാട്ടി പ്രായവും പക്വതയും കൂടുതലുള്ള ആൾക്കാരാണ്, അവർ കാലങ്ങളായിട്ട് ചെയ്തു വന്ന ഇതാണ്. അപ്പോൾ പിന്നെ ഞാൻ മാത്രം എന്തിനു ചെയ്യാതിരിക്കണം, ഞാനൂടി അങ്ങ് ചെയ്തേക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വരും. അതാണ് ഈ പറയുന്ന ഇൻഫർമേഷണൽ കൺഫേമിറ്റി.
ഇൻഫർമേഷണൽ കൺഫർമിറ്റി. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ കാലങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തു പോകൊണ്ടിരിക്കുന്ന അതേ മണ്ടത്തരങ്ങൾ തന്നെ വീണ്ടും 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 ആവർത്തിച്ച് ചെയ്യുന്നത്, നമ്മളൊന്ന് ക്വസ്റ്റ്യൻ പോലും ചെയ്യാത്തത്. കാരണം നമുക്കതാണ് നോർമൽ, നമ്മൾ കാണുന്നത് അതാണ്. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് സ്ത്രീകൾ, നമ്മുടെ കേരളത്തിലെ സ്ത്രീകളുടെ ഒരു ജീവിതത്തിൻ്റെ ചെറിയൊരു ഗ്ലിംസ് നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്ലിംസിനനുസരിച്ച്, ആ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സോഷ്യൽ നോമിനനുസരിച്ച് ജീവിക്കാത്ത സ്ത്രീകളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണത്? എന്താണ്? അറിഞ്ഞോ? കേട്ടില്ല. അത് ആ ഒരു എസ്റ്റാബ്ലിഷ്ഡ് നോംസിനനുസരിച്ച് ജീവിക്കുന്നവരെ നമ്മൾ കുലസ്ത്രീ എന്ന് വിളിക്കും. അതിനെ എതിർക്കുന്നവരെ എന്താ നമ്മൾ പറയുക? ഫെമിനിറ്റി, അങ്ങനെ നമ്മൾ വിളിക്കുകയുള്ളൂ. പലപ്പോഴും എന്താണ് ഫെമിനിസം, അല്ലെങ്കിൽ ഫെമിനിസത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ഈ പറയുന്ന ടേം വളരെ ആവശ്യമില്ലാത്തടത്തൊക്കെ കയറി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ ഒരു ഫാമിലി ഫംഗ്ഷന് പോയി. അപ്പോൾ അവിടെ ഉള്ള ഒരു സെക്കൻഡ് കസിൻ എന്നെ വേറൊരാൾക്ക് പരിചയപ്പെടുത്തുകയാണ്, ഈ വീട്ടിലെ ഏറ്റവും വലിയ ഫെമിനിസ്റ്റാണ് നിൽക്കുന്നതെന്ന്. അപ്പം എനിക്ക് തിരിച്ച് ചോദിക്കണം എന്നുണ്ടായിരുന്നു, നിങ്ങൾ ഉദ്ദേശിച്ചത് ഏത് തരം ഫെമിനിസ്റ്റാണ് ഞാൻ എന്ന് എനിക്ക് തിരിച്ച് ചോദിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചോദിച്ചില്ല. അപ്പോൾ ഫെമിനിസം എന്നുള്ള ഒരു ടേം പൊതുവേ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇക്വാളിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും വരിക. ഇനി ഈ ഫെമിനിസം തന്നെ പല ടൈപ്പുണ്ട്, അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ പൊതുവേ നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ നമ്മളൊക്കെ അംഗീകരിക്കുന്നതുമായ ഒരു ഫെമിനിസം എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ സെക്ഷൽ ഡൈമോർഫിസം എന്നൊക്കെ പറയും. ആ ഒരു ഡിഫറൻസസ് ഒക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ, ആ ഡിഫറൻസസ് ഒക്കെ ഉണ്ട് എന്നിരിക്കെ തന്നെ രണ്ടുപേർക്കും തുല്യമായ പരിഗണന കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണ് നമ്മളൊക്കെയും, അല്ലേ? അപ്പോൾ ഡിഫറൻസസ് ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് രണ്ടുപേരെയും രണ്ട് വ്യക്തികളായിട്ട് കാണുകയും നിയമം അനുശാസിക്കുന്ന എല്ലാ രീതിയിലും പ്രിവിലേജും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്ന ഫെമിനിസത്തിൻ്റെ ഒരു അർത്ഥാന്തരങ്ങൾ പലപ്പോഴും മാറിപ്പോകാറുണ്ട്. കാരണം സ്ത്രീകൾക്ക് കാര്യമായി ബാധിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി പല ഫെമിനിസ്റ്റുകളും തുറക്കാറില്ല. അവർ ചുമ്മാ ഏതെങ്കിലുമൊക്കെ പാട്ടിലെ സ്ത്രീവിരുദ്ധതയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു 20 പേജ് എസ്സേയൊക്കെ ഒറ്റ ഇരിപ്പിനൊക്കെ എഴുതി കളയും. അതാണ് നമ്മുടെ നാട്ടിലെ ഫെമിനിസം. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ പലപ്പോഴും ആണുങ്ങളൊക്കെ ചെയ്യുന്ന പല വൃത്തികേടുകളും ചെയ്യാനുള്ള ഒരു ലൈസൻസാണ് പലർക്കും ഫെമിനിസം. വൈ ഡു ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ എന്നൊക്കെ ചോദിച്ചിട്ട്, ഇപ്പോൾ ചില തെറ്റുകൾ അത് ആണുങ്ങൾ ചെയ്താലും പെണ്ണുങ്ങൾ ചെയ്താലും തെറ്റ് തന്നെയാണ്. അത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ, അതിപ്പോൾ ആരാണെങ്കിലും. പക്ഷെ പലപ്പോഴും പലർക്കും അതൊക്കെയാണ് ഫെമിനിസം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. പലപ്പോഴും പല ഫെമിനിസ്റ്റുകളും ഇത് അഡ്രസ്സ് ചെയ്യാറില്ല എന്ന് മാത്രമല്ല, അനാവശ്യമായ പല കാര്യങ്ങളുമാണ് ഫെമിനിസം എന്നതിൻ്റെ പേരിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇത്രയും ചർച്ച ചെയ്ത സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ആർത്തവവുമായി ബന്ധപ്പെട്ട അശുദ്ധി, ഇതൊക്കെ നമ്മൾ പറയുകയുണ്ടായി. ഇതിൻ്റെയൊക്കെ ഒരു റൂട്ട് കോസ് പലപ്പോഴും എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും കാലങ്ങളായിട്ട് ഈ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സോഷ്യൽ നോം ഇങ്ങനെ തുടർന്ന് പോകുന്നത്? അതുപോലെ തന്നെ ആ ഒരു സോഷ്യൽ നോം ഉണ്ടാവാനുള്ള കാരണവും ഒരു പക്ഷേ എന്തായിരിക്കാം? ഇതിൻ്റെയൊക്കെ ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മതഗ്രന്ഥങ്ങൾ ഒന്ന് തുറന്ന് വായിച്ചു നോക്കിയാൽ മതി. എല്ലാത്തിൻ്റെയും ആൻസർ അവിടെ ഉണ്ട്. വളരെ സിമ്പിളാണ്. ഇപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു നമ്മുടെ വെള്ളയിലേക്ക് തന്നെ വരാമെന്ന് വിചാരിച്ചു. ബൈബിളിൽ എങ്ങനെയാണ് സ്ത്രീകളെ നോക്കിക്കാണുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യം ആർത്തവത്തിൻ്റെ കാര്യം പറയുകയുണ്ടായി, അല്ലേ? ആർത്തവം എന്തുകൊണ്ടാണ് ഇത്ര അശുദ്ധമായി നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ആർത്തവം, എന്തുകൊണ്ടാണ് ആർത്തവം ഉണ്ടാവുന്നത്, അത് അശുദ്ധിയാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും നമുക്കത് അശുദ്ധിയാണ്. കാരണം അതിൻ്റെ ഉത്തരം ഇവിടെയുണ്ട്. ഒരു സ്ത്രീക്ക് സ്രവമുണ്ടായി അവളുടെ അംഗസ്രവം രക്തമായിരുന്നാൽ അവൾ 7 ദിവസം അശുദ്ധയായിരിക്കണം. അവളെ തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അവളുടെ അശുദ്ധിയിൽ അവൾ എന്തിന്മേലെങ്കിലും കിടന്നാൽ അതൊക്കെയും അശുദ്ധമായിരിക്കണം. അവൾ എന്തിന്മേലെങ്കിലും ഇരുന്നാൽ അതൊക്കെയും അശുദ്ധമായിരിക്കണം എന്ന് വേണ്ട, A to Z അശുദ്ധമാണ് സംഭവം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇനിയുമുണ്ട്, തീരുന്നില്ല. സ്ത്രീകൾ എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത് ബൈബിളിൻ്റെ പെർസ്പെക്റ്റീവിൽ ഇങ്ങനെയാണ്. അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണ സമ്മതത്തോടും കൂടെ പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കില്ല. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്നെ പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. ന്യായപ്രമാണം പറയുന്നത് പോലെ കീഴടങ്ങാനല്ലാതെ സംസാരിപ്പാൻ അവൾക്ക് അനുവാദമില്ല.
അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം, ഇങ്ങനെ പറയുന്ന മതപുസ്തകങ്ങൾ പഠിച്ചു വരുന്ന പെൺകുട്ടികളിൽ നിന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കടക്കട പുറത്തെന്ന് പറയണം എന്ന്. എങ്ങനെ നടക്കും? കാരണം വളരെ ചെറിയ പ്രായത്തിലെ അവർ കണ്ടും കേട്ടും വളരുന്നത് ഇതൊക്കെയാണ്. ഇതൊക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം സ്ത്രീക്ക് ശബ്ദമുയർത്തി ഒരു നോ പറയാൻ പറ്റില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. തീരുന്നില്ല ഇനിയും, പിന്നെ പറഞ്ഞ് അങ്ങനെ സമയം പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ എല്ലാം വായിക്കുന്നില്ല. ചുമ്മാ സ്ത്രീവിരുദ്ധതയെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ, എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇത് ഇത്രയും വേരുറച്ച് പോയതെന്ന് അറിയണമെങ്കിൽ സമയമുള്ളപ്പോൾ ഈ ബൈബിളും ഖുറാനും ഒക്കെ എടുത്തൊന്ന് വായിച്ചാൽ മതി. ഇനി നമ്മുടെ ഹിന്ദു മതത്തിലേക്ക് വന്നാൽ അതിനെ മാറ്റി നിർത്തുന്നത് ശരിയല്ലല്ലോ. നമുക്കൊരു ഐഡിയൽ കപ്പിളുണ്ട്, രാമനും സീതയും. രാമനെ സീതയും വിട്ടിട്ട് ഒരു കളിയില്ല. രാമനാണ് നമ്മുടെ മര്യാദാ പുരുഷൻ അല്ലേ, രാമൻ്റെ ഐഡിയോളജികളും. പിന്നെ സീതയുണ്ട്, സീതയാണ് നാരീധർമ്മത്തിൻ്റെ ഉത്തമ ഉദാഹരണം. മോസ്റ്റ്ലി ചെക്കന്മാരൊക്കെ കൂടുതലും എക്സ്പെക്ട് ചെയ്യുന്ന ഈ സീതയെ പോലെ വളരെ സബ്മിസീവായിട്ടുള്ള, ഭർത്താവിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ഭാര്യയായിരിക്കാം. കാരണം അവർ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും ഒക്കെ ഇങ്ങനെ സബ്മിസീവായിട്ട് ജീവിക്കുന്ന ഭാര്യമാരെ പറ്റിയിട്ടാണ്. സീതയെ പോലെ ഭർത്താവിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്വയം പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഭാര്യയാണ് പലപ്പോഴും പല ചെക്കന്മാരും എക്സ്പെക്റ്റ് ചെയ്യാറുള്ളത്. ഇനി പിന്നെ മനുസ്മൃതി പറയാതെ എന്ത് സ്ത്രീവിരുദ്ധതയല്ലേ. മനുസ്മൃതി കേട്ട് നമ്മൾ മടുത്തിട്ടുള്ള സാധനമാണെങ്കിലും 1-2 എണ്ണമൊക്കെ ഒന്ന് പറഞ്ഞേക്കാം. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ നിരന്തരം ദൈവമായി പൂജിച്ചു കൊള്ളണം. ശൂദ്രരെയും വൈശ്യരെയും ക്ഷത്രിയരെയും നിരീശ്വര വിശ്വാസികളെയും കൊല്ലുന്നത് പോലെ, നമ്മളെ പറ്റിയാണ്, നിരീശ്വര വിശ്വാസികളെയും കൊല്ലുന്നത് പോലെ സ്ത്രീകളെ കൊല്ലുന്നത് ലഘുവായ കുറ്റമേ ആവുന്നുള്ളൂ. വളരെ ലൈറ്റാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ശൂദ്രര്, സ്ത്രീകള്, നിരീശ്വരവാദികൾ, ഇവരൊക്കെയാണ് മാറ്റി നിർത്തപ്പെടേണ്ട, പാർശ്വവൽക്കരിക്കപ്പെടേണ്ട ആളുകൾ എന്നാണ് പറഞ്ഞു വെക്കുന്നത് ആക്ച്വലി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹിന്ദുമതവും പറയുന്നത്. ഇതിലും ധാരാളമുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു സമയക്കുറവുള്ളത് കൊണ്ടും എല്ലാം ഇവിടെ പറയാൻ പറ്റാത്തത് കൊണ്ടും ഇച്ചിരി കുറച്ചായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ബാക്കി നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ വായിച്ചു നോക്കാം. വളരെ പുരോഗമന മതത്തെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. സ്ത്രീകൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കുന്ന ഒരു മോഡേൺ മതമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. വേറെ പ്രശ്നമൊന്നുമില്ല, കണ്ണ് മാത്രമേ പുറത്ത് കാണിക്കാൻ പറ്റൂ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്തരം മതത്തിലെ അല്ലെങ്കിൽ മുസ്ലിം മതത്തിലെ സ്ത്രീകളുടെ അവസ്ഥ വളരെ ദാരുണമാണ്. പക്ഷെ പലപ്പോഴും ഈ വിഷയങ്ങളൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പം ഖുറാനിൽ സ്ത്രീകളെ പറ്റി പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട്, ഇത് നല്ല രസമുള്ള സംഭവമാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് തിരിച്ചു വരാം. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് വിഭാഗത്തേക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയത് കൊണ്ടും അവരുടെ ധനം ചെലവഴിച്ചത് കൊണ്ടുമാണ്. അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണാശീലമുള്ളവരും അള്ളാഹു സംരക്ഷിച്ച പ്രകാരം പുരുഷന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കേണ്ടവരുമാണ്. എന്നാൽ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക. കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക. അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക. ഇതൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് അവസാനം പറയുന്നത് എന്താണ്? എന്നിട്ടവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ നിങ്ങൾ അവർക്കെതിരിൽ ഒരു മാർഗവും തേടരുത്. തീർച്ചയായും അല്ലാഹു ഉന്നതനും മഹനീയനുമാവുന്നു. ഇത്രയൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് പറയുന്നത് അല്ലാഹു ഉന്നതനും മഹനീയനുമാവുന്നു. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതൊരു വശം. ഇനിയുമുണ്ട് ഇസ്ലാമിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രിവിലേജുകളെ പറ്റിയിട്ട് ധാരാളം കാര്യങ്ങൾ. ഇസ്ലാമിലെ സ്ത്രീകൾക്ക് പുരുഷന്റെ പകുതി കഴിവും പകുതി ബുദ്ധിയും മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കറിയാം, റീസെൻ്റ് ആയിട്ടുള്ള ഒരു പ്രമുഖമായ കേസിൽ അതിൻ്റെ ഉന്നത അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കേസിൽ ആ പ്രതികൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ആ സംഭവം, ആ ക്രൈം മുഴുക്ക പ്ലാൻ ചെയ്തത് അതിലെ ഫീമെയിൽ കുറ്റവാളിയാണ്, അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് പിടിക്കപ്പെട്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. ഇതൊക്കെയല്ലേ വായിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് അതല്ലാതെ അവർ ചിന്തിക്കുന്നത്? ഇനി ഖുറാനിൽ പറയുന്ന ഇതാണ്: ഭാര്യമാർ വെറും കൃഷിയിടം മാത്രമാണ്, അതിനാൽ പുരുഷൻ ആഗ്രഹിക്കുന്ന വിധം വേഴ്ച നടത്താൻ അധികാരമുണ്ട്. പിന്നെയും ഉണ്ട് ഞാൻ മൊത്തം വായിക്കുന്നില്ല. സ്ത്രീകൾക്ക് കുറഞ്ഞ വിവാഹപ്രായമില്ല. പ്രവാചകൻ 6 വയസ്സുള്ള ആയിഷയെ കല്യാണം കഴിച്ച് മാതൃകയായി. വല്ലാത്തൊരു മാതൃകയാണല്ലേ. അപ്പോൾ ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നു പൊതുവേ നമ്മുടെ സമൂഹം പെൺകുട്ടികൾക്ക് ചെറിയ വിവാഹപ്രായമാണ് വെച്ചിട്ടുള്ളത്. അതായത് ഒരു 23, 24, 25 കടക്കരുത്, അതിനു മുന്നേ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിച്ച് വിടണം. കാരണം ചിന്തിക്കത്തില്ലല്ലോ, കൊച്ചല്ലേ, അപ്പം അങ്ങ് കല്യാണം കഴിപ്പിച്ചു. ഇല്ലെങ്കിൽ പിന്നെ സ്വന്തമായിട്ട് അഭിപ്രായങ്ങളായി പോവും, പിന്നെ അവരുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ആവും. അപ്പോഴൊക്കെ പിന്നെ പ്രശ്നമാണ്, കാര്യങ്ങളൊന്നും ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്ഡ് രീതിയിൽ നടക്കത്തില്ല. അപ്പോൾ അതാണ് എല്ലാ മതങ്ങളും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. അപ്പോൾ സ്ത്രീവിരുദ്ധതയെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഈ മതങ്ങളെ ഒഴിച്ചു നിർത്തിയിട്ട് സംസാരിക്കാൻ പറ്റും?
കാരണം ഇതിൻ്റെയൊക്കെ റൂട്ട് പലപ്പോഴും കിടക്കുന്നത് ഇവിടെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ സ്ത്രീവിരുദ്ധതയെ പറ്റി സംസാരിക്കുന്ന ആളുകളൊക്കെ, നമ്മുടെ ഫെമിനിസ്റ്റുകളൊക്കെ മതത്തെ തൊടാറേയില്ല. ആകപ്പാടെ മതത്തെ ചെറുതായിട്ടെങ്കിലും തൊട്ട ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ശബരിമല സ്ത്രീ പ്രവേശനത്തിൻ്റെ കാര്യമാണ്. അതും എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഒരു കഥയിൽ വിശ്വസിക്കുന്നവർ തീർച്ചയായിട്ടും അയ്യപ്പൻ്റെ സ്ത്രീവിരുദ്ധതയും വിശ്വസിക്കണം, അല്ലേ? അതൊരു കഥയാണ്. ആ കഥയിൽ ഒരു പാർട്ട് മാത്രം മാറ്റി വെച്ചിട്ട് മറ്റേ പാർട്ട് മാത്രം എങ്ങനെ എടുക്കാൻ പറ്റും? അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ഒരു ഫെമിനിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ നീതി ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മതേതരായിരിക്കുക തന്നെ വേണം. കാരണം മതം പോലെ സ്ത്രീവിരുദ്ധമായ മറ്റൊരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിലില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. പക്ഷേ നമ്മൾ അങ്ങനല്ല, നമ്മൾ സെലക്റ്റീവായിട്ടേ പ്രതികരിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഇപ്പം ശബരിമല സ്ത്രീ പ്രവേശന വിഷയം വന്നപ്പോൾ ഫെമിനിസ്റ്റുകളൊക്കെ പ്രശ്നം ഉണ്ടാക്കി, അവർ ശബരിമലയിൽ പോവാൻ സന്നദ്ധരായി എന്ന് വേണ്ട, ആകെ മൊത്തം ജഗപുകയായിരുന്നു കുറച്ച് നാൾ. പക്ഷേ ഇപ്പോഴും പ്രശ്നമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന മറ്റു പല പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പോൾ അഫ്ഗാനിൽ താലിബാൻ അവിടുത്തെ സ്ത്രീകളെല്ലാം ഹിജാബ് ധരിക്കണം എന്ന് നിർബന്ധമായിട്ട് പറയുകയാണ്. അതുപോലെ തന്നെ ഇറാനിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഫെമിനിസ്റ്റുകളോ അല്ലെങ്കിൽ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ആളുകളോ ഇതിനെ പറ്റിയിട്ട് ഒരു ചെറു വിരലെങ്കിലും അണക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇതേ സമയം അവിടെ ഒരു സ്ത്രീവിരുദ്ധമായ സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് വെക്കാം, എന്തുമായിരിക്കും ഇവിടുത്തെ പുകില്? വള്ളി പുള്ളി തെറ്റാതെ അതിനെ അനലൈസ് ചെയ്ത് വീഡിയോ ഇട്ട് പ്രബന്ധങ്ങൾ എഴുതി ഫുൾ അവരങ്ങ് ആഘോഷമാക്കിയേനെ. പക്ഷെ സ്ത്രീകളെ ശരിയായ രീതിയിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളെ ആരും ചർച്ച ചെയ്യാറില്ല. എസ്പെഷ്യലി ആ പ്രശ്നം വേരുറച്ച് നിൽക്കുന്നത് മതത്തിലാണെങ്കിൽ അതിനെ ഒന്ന് തൊടാൻ വേണ്ടിയിട്ട്, അതും പ്രത്യേകിച്ച് സമാധാന മതത്തിലൊക്കെ ആണെങ്കിൽ അതിനെ ഒന്ന് ടച്ച് ചെയ്യാൻ പോലും ആളുകളുടെ കൈ വിറയ്ക്കും എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഇപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ടാവും, മതം ഇത്രയ്ക്ക് പ്രശ്നമാണോ? മതം ഇത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന നാട്ടിൽ ജീവിക്കുന്നത് കൊണ്ടാണോ സ്ത്രീകൾക്ക് പല അവസരങ്ങളും നഷ്ടമാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. അതിനെ പ്രൂവ് ചെയ്യാനും നമ്മുടെ കയ്യിൽ സംഭവമുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ഉണ്ട്. ഇപ്പോൾ 2023 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പ്രകാരം അതിൽ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ള ഐസ്ലൻഡാണ്. ആദ്യം തന്നെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എന്താണെന്ന് പറയാം. ജെൻഡർ ഗ്യാപ്പ് ഉണ്ടോ, ഒരു സമൂഹത്തിൽ ജെൻഡർ ഗ്യാപ്പ് നിലനിൽക്കുന്നുണ്ടോ എന്ന് പഠിക്കുന്ന ഒരു സർവേ ആണിത്. ഇപ്പോൾ ഇത് 2023 ഇതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അവർ നോക്കുന്ന ഏരിയാസ് ഇതൊക്കെയാണ്: എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി, എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ്, ഹെൽത്ത് ആൻഡ് സർവൈവൽ, പൊളിറ്റിക്കൽ എംപവർമെൻറ്റ്. ഈ മേഖലകളിലൊക്കെ പുരുഷനും സ്ത്രീകൾക്കും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ ഇത് അനലൈസ് ചെയ്യും. അപ്പോൾ അത് കണ്ടുപിടിച്ചത് ഇതാണ്. ഐസ്ലാൻഡിലാണ് ഏറ്റവും കൂടുതൽ ജെൻഡർ ഗ്യാപ്പ് ഇല്ലാത്ത, സ്ത്രീകളും പുരുഷനും ഒരുപോലെ തുല്യരായി ജീവിച്ചു പോകുന്ന ഒരു സ്ഥലം എന്ന് ഉള്ള രീതിയിൽ ഐസ്ലാൻഡ്, ഫിൻലാൻഡ്, നോർവേ ആ ഒരു ഓർഡറിലാണ് പോകുന്നത്. ഇന്ത്യ ഇതിൽ കിടക്കുന്നത് 127ാം പൊസിഷനിലാണ്. നമ്മൾ ഒത്തിരി താഴെയാണ്. ഓഫ് കോഴ്സ് അങ്ങനെ ആയിരിക്കുമല്ലോ. ഇനി പറയാനുള്ള മെയിൻ കാര്യം, ഇത്തരം സ്കാൻഡിനേവിയൻ കൺട്രികളിലൊക്കെ മതമില്ലാത്ത രാജ്യങ്ങളാണ്. അവിടുത്തെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈക്വലായിട്ട് യാതൊരു ജെൻഡർ ഗ്യാപ്പും ഇല്ലാതെ പുരുഷനെ പോലെ സമൂഹത്തിൽ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് തുറന്നു കാട്ടുന്ന ഒരു സംഭവമാണത്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ കാര്യം എടുത്ത് നോക്കിയാൽ ഇന്ത്യയിലെ പല പഠനങ്ങളും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പെൺകുട്ടികൾ ഹയർ എഡ്യൂക്കേഷനിലൊക്കെ ഒരുപാട് മുകളിലാണ് കമ്പയർഡ് ടു ആൺകുട്ടികൾ. അവരെ ഒരുപാട് പഠിക്കുന്നുണ്ട്, പക്ഷേ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ചെയ്യുന്ന ജോലി അവരുടെ പഠനത്തിന് പറ്റുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവരെത്തേണ്ട പൊസിഷനിൽ പലപ്പോഴും അവരെത്തുന്നില്ല എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ അൺപെയ്ഡ് ലേബർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ തന്നെയാണ് പൊതുവെ അൺപെയ്ഡ് ലേബർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. പലപ്പോഴും ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ശ്രേണിയിൽ സ്ത്രീകൾ ഒരുപാട് പിന്നോക്കം പോകുന്നതിൻ്റെ ഒരു റീസൺ എന്നുള്ളത് വേണം പറയാൻ. അപ്പോൾ നമ്മൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. നമ്മളിപ്പോഴും ഒരു ഒഴുക്കിനൊത്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. സമൂഹത്തിൽ കാലാകാലങ്ങളായി എഴുതി വെച്ചിട്ടുള്ള നമ്മുടെ അമ്മമാരും നമ്മുടെ ഗ്രാൻഡ് പേരൻസും ഒക്കെ ജീവിച്ച അതേ രീതിയിൽ തുടർന്നു പോകാനാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി നമ്മുടെ കഥയിലെ പക്ഷിയിലേക്ക് തിരിച്ചു പോകാം. നമ്മുടെ കഥയിലെ പക്ഷി സ്വാതന്ത്ര്യം ആഗ്രഹിച്ചു, പക്ഷേ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ ഇന്നും പലപ്പോഴും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. കാരണം അവർക്കതങ്ങ് ഓക്കെ ആയി, അവർക്ക് ഈ പറയുന്ന കൂടും ചങ്ങലയും ഒക്കെ ഒരു അലങ്കാരമായി മാറി എന്നുള്ളതാണ് വസ്തുത. സോ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് നഷ്ടമാകുന്നത് എന്താണ് എന്ന് അവർക്ക് അറിയില്ല. ഈ പറയുന്ന മതം വെച്ചിരിക്കുന്ന ഒരു റിയാലിറ്റി, മതം മുന്നോട്ട് വെക്കുന്ന ഒരു റിയാലിറ്റി ഒക്കെ അനുസരിച്ച് അവരങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയാണ്. ഇതല്ലാത്ത ഒരു റിയാലിറ്റി അവർക്ക് അറിയില്ല. അപ്പോൾ നമ്മളൊക്കെയും ഈ പറയുന്ന ഒഴുക്കിനെതിരായിട്ട്
ചെറുതായിട്ടെങ്കിലും ഒന്ന് നീന്തി നോക്കണം. അപ്പോഴേ അതിൻ്റെ സുഖം മനസ്സിലാവൂ, സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം മനസ്സിലാവൂ. നമുക്കറിയാം, ഞാൻ ഈ സ്വാതന്ത്ര്യത്തെ പറ്റിയും കൂട്ടിലടയ്ക്കപ്പെട്ട ജീവിതങ്ങളെ പറ്റിയും ഒക്കെ സംസാരിക്കുന്നത് പല കൂടുകളും ഭേദിച്ച് പുറത്ത് വന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം അറിഞ്ഞ ഒരു കൂട്ടം മനുഷ്യരോടാണ്. നിങ്ങൾക്കൊരു പക്ഷേ ഇതിൽ എടുക്കാനായിട്ട് വലുതായിട്ടൊന്നും കാണില്ല, കാരണം നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ അച്ചീവ് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ പലപ്പോഴും അങ്ങനെയല്ല. സ്ത്രീകൾ തന്നെ സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ എന്തെങ്കിലും പുരോഗമനപരമായിട്ടുള്ള ഒരു കാര്യം വന്നാൽ അവർ സ്വയം പറയും, ഓ ഞങ്ങൾക്കിത് വേണ്ട, കാരണം പ്രശ്നമാണല്ലോ, നമ്മുടെ പാരമ്പര്യത്തിൽ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, ഒരു റിസ്ക് എടുക്കുന്ന എന്തിനാന്ന് വിചാരിക്കും. അങ്ങനെ ഒതുങ്ങിക്കൂടി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെച്ച് കൂടിനുള്ളിൽ തന്നെ അങ്ങനെ ജീവിച്ച് അവസാനിക്കും. അപ്പോൾ ഇനിയുള്ള നമ്മുടെ തലമുറയെങ്കിലും കൂടുകളിൽ നിന്ന് പുറത്തു വരട്ടെ, മതത്തിൻ്റെ കെട്ടുപാടുകൾ വിട്ട് അതിനപ്പുറത്തുള്ള ഒരു ലോകത്തെ അവർക്ക് സ്വപ്നം കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമയ പരിമിതി ഉള്ളത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ എനിവേ, ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കൊക്കെ 1000 നന്ദി. അതുപോലെ എനിക്കിന്ന് ഇവിടെ ഇങ്ങനെ ഒരു അവസരം തന്ന നമ്മുടെ സംഘാടകർക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.